ഒന്ന് വണ്ടി നിറങ്ങും. എത്ര കുലിക്കാലും ഒന്നും ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും അടിച്ചാലല്ല എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. എന്റെ വണ്ടി ഞാൻ മാത്രമല്ല കൊണ്ടുപോകണം, എന്റെ കൂട്ടുകാരും കൊണ്ടുപോകും. നിനക്ക് അറിയണല്ലേ നിനക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന്. അപ്പൊ നിനക്ക് രാവിലെ അടിച്ചിട്ട് വരാൻ പാടില്ലായിരുന്നോ? നിനക്ക് അത്രയ്ക്ക് ഇതാണെങ്കിൽ നീ പോ. പോണു. പോ. നിനക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടേ? വേണം. ഒരുപാട് കഷ്ടപ്പെട്ട് ഒപ്പിച്ച സാധനം കൊണ്ട് അലമ്പാക്കരുത്. ഫേക്ക് ആണെന്ന് ആരും അറിയാൻ പാടില്ല. ഇത് നീ ഓൾറെഡി പറഞ്ഞല്ലേ. Just give me the papers. So yes, Sri Lakshmi, can you just brief me about your previous experience? Yes, my previous project was of we have used MongoDB. So Sri Lakshmi, ഞാൻ ഓക്കെയാണ്, പക്ഷെ ഇതിനകത്ത് എക്സ്പീരിയൻസ് ലെറ്റർ കാണുന്നില്ലല്ലോ. അതിലുണ്ടല്ലോ സാർ. ഇല്ല, കാണുന്നില്ല. അയ്യോ സാർ, അതെന്റെ ബാഗിലാ. ഞാനത് ഫയലിൽ വെക്കാൻ പറഞ്ഞു. സോറി സാർ. ഓക്കെ, നോക്കി. ഇത് ഒരുപാടുണ്ടല്ലോ. അതെന്റെ കോൺഫിഡൻസിന്റെ ആണ്. കോൺഫിഡൻസ് ആണല്ലോ. ഓക്കെ, അല്ല നോട്ടീസ് എങ്ങനെയാണോ? സോറി സാർ. ആഹാ, നിപ്രോയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? അതെ സാർ, ഞാൻ നിപ്രോയിൽ വർക്ക് ചെയ്തിരുന്നത്. എന്ത് പറ്റി ഇത്ര വലിയ കമ്പനിയൊക്കെ വിട്ട് നമ്മുടെ കമ്പനിയിലേക്കൊക്കെ വരാൻ? സാർ, ഒന്നാമത് സാലറി ഹൈക്ക് ഇല്ല, പിന്നെ അവിടുത്തെ HR-ന്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശം. മാനേജറിന്റെ ആറ്റിറ്റ്യൂഡ്. അരുണല്ലേ റെഫർ ചെയ്തത്? അതെ. അരുണല്ലേ ശ്രീലക്ഷ്മിനെ റെഫർ ചെയ്തത്? അതെ സാർ. കൂട്ടുകാർക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടുണ്ടാവല്ലോ. ഞങ്ങള് കുറച്ച് കഷ്ടപ്പെട്ടത്. എന്തായാലും രണ്ടുപേർക്കും നല്ല പണി കിട്ടിയിട്ടുണ്ട്. അല്ല സാർ, എനിക്ക് പ്രൊമോഷൻ ആണോ? നിനക്ക് എന്താ കിട്ടിയേക്കണെന്ന് ഞാൻ പറയാം. ഈ കുട്ടി വലിയ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തെന്ന് ഒറ്റാന്ന്. അതല്ലേ സാർ ഞാൻ നമ്മുടെ കമ്പനിയിട്ട് റെഫർ ചെയ്തത്. നമ്മുടെ കമ്പനിയുടെ പേരെന്തോരാണ്? വിപ്രോ. വിപ്രോ. അവിടുത്തെ മാനേജർ ശരിയല്ലെന്നാണല്ലോ കൊച്ചു പറയണത്. അതെങ്ങനെ ശരിയാവും? സാറല്ലേ ഇവിടുത്തെ മാനേജർ. സാർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ എങ്ങനെയാ അവരുടെ ബാക്കി കാര്യങ്ങള്? കൊണ്ടോ. നീ എന്ത് മണ്ടനാടാ. സ്വന്തം കമ്പനിയുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നേക്കണേ അവൻ. പോത്തെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് അവനോട് ഉണ്ടാക്കാൻ പറഞ്ഞത്. അവൻ അത് അതേപോലെ തന്നെ പറിച്ചു വെക്കുന്നു ഞാൻ കരുതിയ. അതല്ല, നിനക്കൊന്ന് വായിച്ചു നോക്കാനുള്ള മര്യാദ. നിനക്ക് വായിച്ചു നോക്കാൻ പാടില്ലായിരുന്നോ? അല്ല, നീയിപ്പോ എന്ത് ചെയ്യും? ഞാൻ എന്റെ അപ്പൻ്റെ ഒപ്പം ജോലി കയറാൻ പോണം. അവിടെ വേക്കൻസി ഉണ്ടോ? കൂലി വെട്ടാണ്. സഹായിച്ചില്ല, ഉപദ്രവിക്കരുത്. കൈയെടുത്ത് തൊള്ളണ്ടാന്ന് പറഞ്ഞു. അതങ്ങ് കേട്ടോളാം. വാ.